വിഷണറി തിങ്കിങ് നോട്ട് ചെയ്തോളൂ. വിഷണറി തിങ്കിങ് എന്ന് പറഞ്ഞാൽ സുരേന്ദ്രഭട്ട് സാർ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് വന്ന് അടുത്ത മാസം അക്കൗണ്ടിൽ പൈസ നോക്കുന്ന ആളുകൾക്കുള്ളതല്ല RCM. 6 മാസം കഴിയുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പോയി കണ്ട് എനിക്ക് വന്ന കമ്മീഷൻ കറക്റ്റ് ആണോ എന്ന് അന്വേഷിക്കുന്ന ആളുകൾക്കുള്ളതല്ല RCM. 5 വർഷത്തിന് ശേഷം എനിക്ക് RCMലൂടെ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? ഒരു 10 വർഷം കഴിയുമ്പോൾ എൻ്റെ ലൈഫ് സ്റ്റാൻഡേർഡ് എന്തായിരിക്കും RCMലൂടെ? എത്ര പേർക്ക് എനിക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും? എന്നിലൂടെ എത്ര കുടുംബം കഴിയും? അല്ലെ? എൻ്റെ ലെവൽ എന്തായിരിക്കും? എൻ്റെ കാറിന്റെ വലുപ്പം എന്തായിരിക്കും? എൻ്റെ വീടിന്റെ സൈസ് എന്തായിരിക്കും? എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം എന്തായിരിക്കും? ആ സമയത്ത് സമൂഹത്തിൽ എനിക്കുള്ള അംഗീകാരം എത്ര വലുതായിരിക്കും? ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ പ്രസ്ഥാനത്തിലൂടെ 10 വർഷം കഴിയുമ്പോൾ RCM എത്ര വലുതായിരിക്കും? RCMൽ എത്ര പ്രൊഡക്ട്സ് ഉണ്ടാവും? RCMൽ എത്ര വണ്ടർ വേൾഡ് അല്ല, RCMൽ എത്ര മാളുകള് 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ലോകത്തിലുടനീളം വരും? എൻ്റെ എത്ര ടീം ഉണ്ടായിട്ട് മാറും? ലക്ഷക്കണക്കിന് ആളുകളുടെ ടീം എൻ്റെ ആയിട്ട് മാറും. ഇത് ഇന്ന് കാണാൻ പറ്റണം. അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ കാഴ്ചപ്പാടുള്ളൂവെങ്കിൽ നമ്മൾക്ക് വയ്യാണ്ടാവും, ദുഃഖം വരും, പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. അപ്പോ വിഷണറി തിങ്കിങ് ഉണ്ടായിരിക്കണം, ദൂരദർശിത. ഒരു 10 വർഷത്തിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. RCMല് എല്ലാവർക്കും അങ്ങനെയുള്ള ആളുകളല്ലേ ഇരിക്കുന്നതില്? എല്ലാ ലീഡേഴ്സും ദീർഘവീക്ഷണമുള്ള ആളുകളല്ലേ? അപ്പൊ നമുക്ക് ഇത് കാണാൻ സാധിക്കണം. അപ്പോൾ ലീഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്തുണ്ടായിരിക്കണം? ദീർഘവീക്ഷണം. നാളെ എന്ത് കിട്ടുമെന്നുള്ളതല്ല, ഒരു 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഈ RCMലൂടെ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥ ഡോക്ടർ രാജൻ സാറൊക്കെ ഇപ്പോ 15-17 വർഷമായി. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സശക്ത് സംവാദ് കൗശൽ. എന്താണ് സശക്ത് സംവാദ് കൗശൽ? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇന്ന് നമ്മുടെ ബിസിനസ്സിൽ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ ശരിയാവാത്തതുകൊണ്ടാണ്. ജനങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്നുള്ള കഴിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ്. ശരിയല്ലേ? എവിടെയാണ് എന്താണ് സംസാരിക്കേണ്ടതെന്ന് നമുക്കറിയുന്നില്ല. അതൊരു സ്കില്ലാണ്, അതൊരു കലയാണ്, അത് പഠിക്കണം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ കൂട്ടി കൊണ്ടുവരണം. രാൻ സാറ് പറയാറുണ്ട്, അതായത് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് മുളക് വിൽക്കാൻ പോലും പറ്റും, നന്നായിട്ട് സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തിക്ക് തേൻ പോലും വിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത്. നന്നായിട്ട് സംസാരിക്കാൻ അറിയാത്ത ഒരാൾക്ക് തേൻ പോലും വിൽക്കാൻ സാധിക്കില്ല, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാൾക്ക് പച്ചമുളക് പോലും ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ സ്ട്രോങ് ആവണം. അപ്പ് ലൈനായിട്ട്, ഡൗൺ ലൈനായിട്ട്, ക്രോസ് ലൈനായിട്ട് നല്ലൊരു സംബന്ധം, നല്ലൊരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ സംസാരിക്കാൻ നമ്മൾക്ക് അറിയണം. മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഉദാഹരൺ ബന്ന. മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മൾ കാണിക്കണം. അത് എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഡ്രസ് കോഡ് ആയിക്കോട്ടെ, നമ്മുടെ ടൈം മാനേജ്മെന്റ് ആയിക്കോട്ടെ, പഞ്ച്വാലിറ്റി ആയിക്കോട്ടെ, ഇപ്പൊ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ. നമ്മൾ എന്ത് പറയും? നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യില്ല, എല്ലാവരോടും ചെയ്യാൻ പറയും. ശരിയല്ലേ? 1-ാം തീയതി തന്നെ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യണം? വേണ്ട, 5-ാം തീയതിക്കുള്ളിൽ എന്തായാലും ചെയ്യണം. 1-ാം തീയതി ചെയ്യാൻ പറ്റില്ലല്ലോ. ലീഡ് ബൈ എക്സാമ്പിൾ. നല്ല ഡ്രസ് കോഡ് ആയിരിക്കണം. ഡ്രസ് കോഡിന്റെ കാര്യത്തിലും ഫസ്റ്റ് നമ്മളെ ഒരാൾ മാർക്ക് ഇടുന്നത് ഡ്രസ് കോഡ് നോക്കിയിട്ടാ, നമ്മുടെ സംസാരം നോക്കിയിട്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല. ഫസ്റ്റ് തന്നെ വരുമ്പോ ഔട്ടർ ലുക്ക് അല്ലെ? എല്ലാത്തിനും നമ്മൾ എക്സാമ്പിൾ ആയിരിക്കണം. നമ്മൾ മറ്റൊരാളോട് പറയുന്ന ഒരാള് എന്നതിലുപരി നമ്മൾ ചെയ്യുന്ന ഒരാളായിരിക്കണം. മീറ്റിങ്ങിന് വരുമ്പോ സമയത്തിന് വരിക, ഇരിക്കുക. മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ പല ആളുകളും മൊബൈൽ യൂസ് ചെയ്യും, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ടീം അത് കണ്ട പഠിക്കുന്നത്. നമ്മൾ മീറ്റിങ്ങിന് വരുമ്പോൾ നേരത്തെ വന്ന് നേരം വൈകി നമ്മുടെ ലീഡേഴ്സായിട്ട് കണക്ട് ചെയ്താൽ, അതായത് നമ്മളെ കണ്ടാണ് ആളുകൾ പഠിക്കുന്നത്. നമ്മളെയാണ് നമ്മുടെ ടീം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ പറയുന്നതല്ല നമ്മുടെ ടീം ചെയ്യുക. അല്ലേ ലിഷ മാഡം? നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ടീം ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് മാറണം. നമ്മളാണ് റോൾ മോഡൽ. ഓക്കെ, അപ്പൊ അതെല്ലാവരും ചിന്തിച്ചു നോക്കാം. ഞാൻ എൻ്റെ ടീമിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത്? മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹനശക്തി. അതാണ് നമുക്കില്ലാത്തത് അല്ലെ? സഹനശക്തി. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പൊട്ടിത്തെറിക്കുക. ഒന്നിലും പേഷ്യൻസ് ഇല്ല.
ഒരു മരം നട്ടാല്, ഒരു തെങ്ങ് നട്ടാൽ 5 വർഷം കഴിയും നമുക്ക് ഫലം കിട്ടാനായിട്ട്. ശരിയല്ലേ? നെല്ല് നട്ടാൽ 6 മാസം പിടിക്കും ഫലം കിട്ടാനായിട്ട്. RCMൽ വന്ന് നമുക്ക് അടുത്ത മാസം തന്നെ ലക്ഷങ്ങൾ വേണം, അല്ലെ? ഇന്ന് വന്ന ആള് പറയും സജീവ് സാർ സ്റ്റാർ എംബ്രാൾഡായി, ഞാൻ എന്തുകൊണ്ട് സ്റ്റാർ എംബ്രാൾഡ് ആവാത്ത? ഇന്ന് വന്ന ആൾക്ക് എങ്ങനെ സ്റ്റാർ എംബ്രാൾഡ് ആവാൻ പറ്റുക? ആൾക്ക് ടീം ഡെവലപ്പ് ആവാനായിട്ട് അത്രയും തന്നെ സമയം പിടിക്കും സജീവ് സാറിനെ പിടിച്ചാത്തോറും. ശരിയല്ലേ? ഇന്ന് 7 വർഷമായിട്ട് സജീവ് സാറ് RCMൽ പ്രവർത്തിക്കുന്നു. അപ്പൊ അത്രയും സമയം ഏകദേശം പിടിക്കും. ഒരു 7 വർഷം എന്തായാലും സ്റ്റാർ എംബ്രാൾഡ് ആവാനായിട്ട് പിടിക്കില്ലേ? ആ പ്രോസസ്സിങ് നടക്കാനായിട്ട് സമയം പിടിക്കും. ശരിയല്ലേ? ഒരു ലേഡി ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു 9 മാസം കഴിയും പ്രസവിക്കാനായിട്ട്, അല്ലെ? 7 മാസത്തിൽ തന്നെ കുട്ടി വേണമെന്ന് വെച്ച് നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ 6 മാസത്തിൽ? ഇല്ല, എല്ലാത്തിനും അതിൻ്റെതായ പ്രോസസ്സിങ് നടക്കണം. അപ്പൊ ഒരു ആള് RCMലേക്ക് വന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആദ്യത്തെ വർഷം പഠനം, 2ാമത്തെ വർഷം സ്റ്റൈഫൻഡ്, 3ാമത്തെ വർഷം വരുമാനം, 5ാമത്തെ വർഷം റിട്ടയർമെന്റ്. എഴുതി വെച്ചോളൂ. ആദ്യത്തെ വർഷം പഠനം, 2ാമത്തെ വർഷം സ്റ്റൈഫൻഡ്, 3ാമത്തെ വർഷം വരുമാനം, 5ാമത്തെ വർഷം റിട്ടയർമെന്റ്. പക്ഷെ പല ആളുകളും വന്നിട്ട് അവർക്ക് അത്ര വരുമാനം കിട്ടുന്നുണ്ട്, എനിക്ക് ഇത്ര ഉള്ളൂ. സുഹൃത്തുക്കളെ, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചല്ല RCM വരുമാനം തരുന്നത്, നമ്മളുടെ ലെവലിനനുസരിച്ചാണ്. റൈറ്റ്? ശരിയാണോ? അപ്പൊ ആ ലെവലിലേക്ക് എത്താനായിട്ട് നമുക്ക് സമയം പിടിക്കും. സമയം എങ്ങനെ പിടിക്കുന്നത്? ആരാണോ കൃത്യമായിട്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അവര് കറക്റ്റ് സമയത്തിന് എത്തും. ആരാണോ കറക്റ്റായിട്ട് സിസ്റ്റം ഫോളോ ചെയ്യാത്തത് അവർക്ക് ദൂരം കൂടും, അല്ലെ? പല ആളുകൾക്കും RCMൽ വന്നിട്ട് കലഹിക്കാനും കുശുമ്പ് പറയാനും കുറ്റം പറയാനാണ് കൂടുതൽ സമയം കണ്ടെത്തുന്നത്. അവരെത്ര സമയം പിടിക്കും അടുത്ത ലെവലിലേക്ക് എത്താനായിട്ട്? ഒന്നുമില്ലാതെ ഈ പ്രശ്നങ്ങളെ കേൾക്കാതെ, അതായത് പ്രശ്നമുണ്ടാക്കാതെ, പ്രശ്നങ്ങളെ കേൾക്കാതെ കൃത്യമായിട്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാള് ഇതിന്റെ ഇടയ്ക്കൂടെ പോയിട്ട് നാളെ അച്ചീവ്മെന്റിലേക്ക് വരും. ഈ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകൾ എന്ത് സംഭവിക്കും? അവർക്ക് സമയം ഒരുപാട് കൂടും. അവർക്ക് പഠിക്കാനല്ല സമയം, അവർക്ക് പ്രോബ്ലം കണ്ടെത്താനുള്ള സമയം. നമ്മൾ ഈ പ്രോബ്ലം കണ്ടെത്താനുള്ള സമയം കൊണ്ട് പഠിക്കാനുള്ള ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ എല്ലാത്തിനും നമുക്കൊരു സമയമുണ്ട്. ദാസ എന്ന് പറഞ്ഞ പോലെ സഹനശക്തി വേണം. ഒരു 5 മുതൽ 10 വർഷം വരെ നമുക്ക് സഹനശക്തി ഉണ്ടാവണം. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവരുത്. നമ്മുടെ മുഖം കണ്ടാൽ ഇവനൊരു ദുഃഖമുണ്ടെന്ന് ഫീൽ ചെയ്യിപ്പിക്കരുത്. ഒരു പക്ഷെ ഉള്ളിൽ അറബിക്കടലായിരിക്കും, തീക്കനലായിരിക്കും. വീട്ടിലത്തെ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, വരുമാനം വരാത്തത്, ടീം കൂടാത്തത്. പക്ഷെ നമ്മുടെ മുഖം കണ്ടാലോ ഒരു ഡയമണ്ടിന്റെ തിളക്കുണ്ടാവും. ഇവൻ സക്സസ് ആണ്. അപ്പൊ നമ്മൾ പോസിറ്റീവ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഞാൻ എപ്പോഴും പോസിറ്റീവ് ആണോ? അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം? അയ്യോ, പോസിറ്റീവ് ആനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആരെങ്കിലും മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖം ഉണ്ടെങ്കിൽ ഉടനടി ഒരു കുടച്ചൽ കുടഞ്ഞ് മുഖത്ത് പ്രസാദം കൊണ്ടുവരാം, അല്ലെ? അടുത്തതാണ് ട്രസ്റ്റ് ആൻഡ് ഇന്റഗ്രിറ്റി. ഹിന്ദിയിൽ പറയുന്ന ഭരോസമന്ത് അവർ ഇമാൻദാർ ആവന. ഇമാൻദാർ എന്ന് പറഞ്ഞ സത്യസന്ധത. മറ്റുള്ളവർക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ നമ്മളെ മാറ്റണം. ഏതെങ്കിലും സമയത്ത് നമ്മൾ മറ്റുള്ളവരെ വിശ്വാസം നമ്മൾ കവർന്നെടുത്താൽ, വിശ്വാസയോ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ പിന്നെ ഒരു കാരണവശാലും അവർ നമ്മളെ വിശ്വസിക്കില്ല. അതുകൊണ്ട് തെറ്റായ ഒരു കാര്യം ചെയ്യേണ്ട. നമ്മൾ മറ്റുള്ളവർക്ക് വിശ്വാസയോഗ്യനായി മാറണം. പിന്നെന്താണ്? സത്യസന്ധനായിരിക്കണം. ബിസിനസ് കൂട്ടാനായിട്ട് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബിസിനസ് കൂട്ടി നമ്മുടെ സത്യസന്ധത നമ്മൾ കൈവെടിയരുത്. ഒരു കാരണവശാലും പിന്നെ നമ്മുടെ ടീമിൽ ആളുകൾ നമ്മളെ വിശ്വസിക്കില്ല. അതുകൊണ്ട് താൽക്കാലികമായ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. TCG അതന്നെ പറയുന്നത്. ഇപ്പൊ ട്രസ്റ്റ് ആൻഡ് ഇന്റഗ്രിറ്റി, ഭരോസമന്ത് അവർ ഇമാൻദാർ ഹോന. അടുത്താണ് എംപവറിംഗ് ദ ടീം. ടീം കോ സശക്ത് ബനാന എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ സേനയെ തയ്യാറാക്കാനായിട്ട് തയ്യാറാവണം. ഇപ്പൊ ഒരു പക്ഷെ ഒരു സ്റ്റാർ അച്ചീവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കോർ ടീം ഉണ്ടായിരിക്കും, ഒരു 10-20 പേര്. അവരെ ഞാൻ എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ലീഡറാക്കി മാറ്റും? അവരെ എനിക്ക് മീറ്റിങ്ങിന് കൊണ്ടുപോകണം, അവരെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകണം, എനിക്ക് കിട്ടിയ പോലെ ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? എംപവറിംഗ് ദ ടീം. വുമൺ എംപവർമെന്റ് എന്ന് പറയില്ലേ, ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടീമിനെ എംപവർ ചെയ്യണം. അപ്പോൾ ഒരു സ്റ്റാർ അച്ചീവറിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ A ടീമിൽ നിന്ന് 5 പേരെ ഐഡന്റിഫൈ ചെയ്യുക, B ടീമിൽ നിന്ന് 5 പേരെ ഐഡന്റിഫൈ ചെയ്യുക, തെരഞ്ഞെടുക്കുക.
അവരെ ഞാൻ ഡയമണ്ട് ആക്കിയിരിക്കും, അവരുടെ ക്വാളിറ്റി ഞാൻ കൂട്ടിയിരിക്കും, അവർക്കിടെ സ്കില്ല് ഞാൻ കൂട്ടിയിരിക്കും. ഒരു സത്യപ്രതിജ്ഞ ചെയ്യുക ഒരു സ്റ്റാർ അച്ചീവർ. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? അവരുടെ ക്വാളിറ്റി കൂട്ടാൻ നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ ക്വാളിറ്റി കൂട്ടിയ പോലെ തന്നെ അവരുടെ ക്വാളിറ്റി കൂട്ടാനുള്ള ശ്രമമായിരിക്കും. നമ്മൾ വേറെ എങ്ങും നോക്കണ്ട. കുറെ ആളുകൾക്ക് ക്രോസ് ലൈനിന്റെ ബിസിനസ് നോക്കാനത് എടുക്കാം. നമ്മുടെ ഒരു എ ടീം ഉണ്ട്, നമ്മുടെ ഒരു ബി ടീം ഉണ്ട്, അതിലേക്ക് മാത്രം നോക്കിയാൽ മതി. എങ്കിൽ മാത്രമേ നിങ്ങൾ സുരക്ഷിതരാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് ലേണിംഗ്. ലഗാത്താർ സീഖന ഔർ ഖുദ് അപ്ഡേറ്റ് കർണ. എന്താണ് അതിനർത്ഥം? നിരന്തരമായിട്ട് പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി. ചില ആളുകളുണ്ട്, കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇത് ഞാൻ കേട്ടതല്ലേ, എനിക്ക് ആവശ്യമില്ല, എനിക്കെല്ലാം മനസ്സിലായി എന്ന് നമ്മൾ ചിന്തിക്കുന്നുവോ, എനിക്കെല്ലാം മനസ്സിലായി, അന്ന് നമ്മുടെ പതനം ആരംഭിച്ചു. രാജൻ സാറിന്റെ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും ഇനിയും കേൾക്കണം. എന്താ കാരണം? മുന്ന് കേട്ടപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല, പിന്നീട് കേട്ടപ്പോഴാണ് ഓരോ പോയിന്റുകളും തെളിഞ്ഞു വരുന്നത്, അല്ലെ? നിങ്ങളുടെ ഓരോ ലീഡേഴ്സിന്റെയും ക്ലാസ്സിൽ ഓരോ പ്രാവശ്യം പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സും ക്യൂരിയോസിറ്റിയോട് കൂടി കേൾക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമിനും തോന്നണം, എൻ്റെ ലീഡറിന് ഈ ക്ലാസ് വളരെ പുതിയതുപോലെ തോന്നുന്നുണ്ട്. അപ്പൊ അവരും ക്യൂരിയോസിറ്റിയോട് കേൾക്കും, നോട്ട് ചെയ്യണം. അപ്പൊ എപ്പോഴും നമ്മൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ലെവലിലേക്കും പോകാനായിട്ട് തയ്യാറാവും. അതേപോലെ തന്നെ അപ്ഡേഷൻ, ബിസിനസ്സിൽ വരുന്ന അപ്ഡേഷനുകളും നമ്മൾ പഠിക്കണം. അപ്ഡേഷൻ വന്ന ലീഡറായിട്ട് മാറണം. ചില ആൾക്ക് അറിയില്ല, അയ്യോ ഇങ്ങനെയൊക്കെ ചേഞ്ച് ആയോ, ലീഡർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അപ്ഡേറ്റഡ് ലീഡർ ആയിരിക്കണം, ഔട്ട്ഡേറ്റഡ് ലീഡർ ആയിരിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പാഷൻ ആൻഡ് ഇന്തൂസിയാസം. പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് വളരെ ഊർജത്തോട് കൂടിയിട്ട് അതിൽ ഇമ്മേഴ്സായിട്ട് ആഗ്രഹം കൊണ്ട് ചെയ്യണം. ഒരു പാഷനായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്റെ ഒരു പാഷനാണ്. ടീച്ചിങ് എൻ്റെ ഒരു പാഷനാണ്. അതേപോലെ നമ്മുടെ RCM നമ്മുടെ പാഷനായിട്ട് മാറണം. അതേപോലെ തന്നെ ഇന്തൂസിയാസം, തണുത്തുറഞ്ഞ് മരവിച്ച് നമ്മൾ ഇരിക്കരുത്. എങ്ങനെ ഇരിക്കണം? പ്രസരിപ്പോട് കൂടിയിട്ട്, ഇന്തൂസിയാസം, എനർജറ്റിക് ആയിട്ടിരിക്കണം. അതിൽ സുധാരൻ സാറ് പറയാറുണ്ട്, തണുപ്പന്മാരെ കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, തണുപ്പന്മാര് പോലും നല്ല എനർജി ഉള്ള ആളുകളുടെ കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ RCMകാർ എങ്ങനെയായിരിക്കണം? എപ്പോഴും നല്ല ഇങ്ങനെ ചുറുചുറുക്കുള്ള ആളുകളായിട്ട് മാറണം. എന്നാലാണ് ജനങ്ങൾ നമ്മുടെ കൂടെ വരുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ഊർജമുള്ള ആളുകളുടെ കൂടെ ആളുകൾ പോകും. എല്ലാവരും എനർജറ്റിക് ആണോ? ഒന്ന് പറഞ്ഞ് യെസ് എന്ന് പറഞ്ഞ് നോക്കട്ടെ. ഗുഡ്. അടുത്താണ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. നമുക്കറിയാം RCMൽ വന്നില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്, RCMൽ വന്നാലും പ്രോബ്ലംസ് ഉണ്ട്, അല്ലെ? RCMൽ വന്നില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാവും. RCMൽ വരാത്ത ആളുകൾക്കുള്ള പ്രോബ്ലം ജീവിതകാലം മുഴുവനുള്ള പ്രോബ്ലമാണ്. പക്ഷെ RCMൽ വന്ന ആളുകൾക്കോ ഇന്നുള്ള പ്രോബ്ലം നാളെ ഉണ്ടാവില്ല, നാളെയുള്ള പ്രോബ്ലം മറ്റന്നാൾ ഉണ്ടാവില്ല, മറ്റന്നാളുള്ള പ്രോബ്ലം അതിന്റെ പിറ്റന്നാൾ ഉണ്ടാവില്ല. കാരണം ടീം വലുതാവുന്നതിനനുസരിച്ച് ആ ടീമിൻ്റെതായ ഇഷ്യൂസ് നമ്മുടെ മുന്നിൽ വരും. കാരണം ഇത് നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണ്, ശരിയല്ലേ? അപ്പൊ ആ പ്രോബ്ലങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പല ആളുകളുടെ മുന്നിൽ പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലത്തെ പ്രോബ്ലമായിട്ട് കാണണ്ട, അത് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ ടീമിൽ വരുന്ന പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുകയോ വയലന്റ് ആവുകയോ ചെയ്യുന്നതിന് പകരം വളരെ ശാന്തതയോട് കൂടിയിട്ട് ആ പ്രോബ്ലത്തെ കേട്ട് മനസ്സിലാക്കി നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മളത് സോൾവ് ചെയ്യണം. ഇനി എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ പറഞ്ഞ് പരത്തി അതിനെ നാശമാക്കുന്നതിന് പകരം അത് സോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറായിട്ട് കോണ്ടാക്ട് ചെയ്ത് അത് എന്ത് ചെയ്യണം? മുളയിലേ നുള്ളണം. പല ആളുകളും പ്രോബ്ലത്തെ ചളമാക്കിയതിന് ശേഷമാണ് ലീഡർമാരോട് പറയാം, അങ്ങനെയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം സോൾവറായിട്ട് മാറണം. മാറാൻ പറ്റോ? അതാണ് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം, ശരിയല്ലേ? പ്രോബ്ലത്തെ എങ്ങനെ നമ്മൾ തവിട് പൊടിയൊക്കെ കൊളാക്കാൻ നോക്കും പല ആളുകളും, അങ്ങനെയല്ല. ആ പ്രോബ്ലത്തെ മുളയിലേ നുള്ളാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആൻഡ് ഡെഡിക്കേഷൻ, നിരന്തരമായ പ്രവർത്തനം. ചില ആളുകൾ ബുദ്ധിമുട്ട് വരുമ്പോൾ മാറി നിൽക്കും, അങ്ങനെയല്ല. ബുദ്ധിമുട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ഈ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവണം. അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ വിജയിച്ച് അടങ്ങുന്നുള്ളൊരു വാശി നമുക്ക് ഉണ്ടാവണം.
അറിയാത്ത സ്കില്ലുകൾ നമ്മൾ നേടിയെടുക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് പോകാൻ സാധിച്ചാൽ ഫ്രണ്ട്സ്, എല്ലാവർക്കും RSMയിലോട് വരും സമയങ്ങളിൽ ഡയമണ്ട് ആയിട്ട് മാറാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും RSMയിലൂടെ ഡയമണ്ട് ആയിട്ട് മാറാൻ സാധിക്കട്ടെ, വിജയിക്കാൻ സാധിക്കട്ടെ, ജീവിത അഭിലാഷങ്ങൾ സഫലീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ജയ് RCM.